നിങ്ങളുടെ പാരൻസിന് ഒരുപാട് എന്താ പറയുക തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അവര് നിങ്ങളുടെ അടുത്തൊന്നും സോറി പറയാൻ പോണില്ല. പറഞ്ഞാൽ അത്യുത്തമം. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് എനിക്ക് ഇങ്ങനെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഓക്കെ ഫൈൻ, ഇത് കാരണമാണ് എനിക്ക് ഡാമേജ് ഉണ്ടായിട്ടുള്ളത്. ഈ ഡാമേജ് എന്നെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അതിനെയാണ് ഞാൻ മെൻറ്റ് ചെയ്യേണ്ടത്. ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പാണ്, വർക്ക് ഫ്രം ഹോം കൾച്ചർ ആണെങ്കിൽ നമ്മൾ കുട്ടീനോട് സംസാരിക്കുന്നില്ലല്ലോ. സംസാരിക്കാണ്ട് ഒരു സ്പീച്ച് ഒറ്റയ്ക്ക് ഒന്നും കേൾക്കാതെ ഉണ്ടാവില്ല. can keep on chatting with the baby. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക്. അപ്പൊ സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം ഹാൻഡ് ബൈ ഹാൻഡ് പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് തെറപ്പിക്ക് പോലല്ല. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു നോട്ടീസ് ചെയ്യുമ്പോൾ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോവുക. ബോറടിയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബോറടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആക്കി എടുക്കുന്നതാണ് പ്രശ്നം. അവർക്ക് ബോറടിക്കുന്നുള്ളത് അവരുടെ പ്രശ്നമല്ലേ, അതെന്തിനാ ഞാൻ സോൾവ് ചെയ്യണേ? പക്ഷെ നമ്മളെടുത്ത് വന്ന് പറയുമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ്ക് ക്വസ്റ്റ്യൻസ് ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നങ്ങോട്ട് ചോദിക്കണം. എന്ത് ചെയ്യും? ഇപ്പം എൻ്റെ അടുത്ത് ചിലപ്പോൾ എൻ്റെ പുത്രനെനിക്ക് അയ്യോ ടച്ച് വുഡ്, ഞാൻ രണ്ടുപേരുടെ അടുത്ത് ഇതുവരെ ബോറടി കേട്ടിട്ടില്ല. പക്ഷെ ബോറടിക്കുന്ന സമയത്താണ് അവർ അപാരമായ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. കോഗ്നിറ്റീവ് ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. മനസ്സിലാവുണ്ടോ? ഒരു ടീനേജിലേക്ക് യങ് അഡൽട്ട്ഹുഡിലൊക്കെ വരുമ്പോഴേ അത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഫുള്ളി ഇമോഷണൽ ലോജിക്കലായിട്ട് ഫിക്സ് ആവുന്നുള്ളൂ ഒരു mid-20s ഒക്കെ ആകുമ്പോൾ. അതുവരെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ടീനേജേഴ്സ് ഭയങ്കര ഇമ്പൾസീവ് ആണെന്ന്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. അതായത് ഇസ് ഇറ്റ് ഫ്രം അതേഴ്സ് അതോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണോ എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോൾ ഇറ്റ്സ് അഗെയിൻ കമ്മിങ് ഫ്രം നിങ്ങൾ എവിടെന്നെങ്കിലും കണ്ടതാണോ, എവിടെന്നെങ്കിലും വായിച്ചതാണോ, ആരെങ്കിലും പറയുന്നത് കേട്ടതാണോ, അതോ ശരിക്കും ഉള്ളിൽ തോന്നുന്നതാണോ? ജസ്റ്റ് ഡിഫൈൻ ഇൻ ഓൾ ദീസ് ടേംസ്. എന്നിട്ടും ഇഫ് യു ഫീൽ ദെൻ ലെറ്റ്സ് ടേക്ക് എ ഹെൽപ്പ്. ഇപ്പോൾ കുട്ടികൾ മൈൽ സ്റ്റോൺസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് പണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൃത്യത ഉണ്ടായിരുന്നത്. ഇപ്പം അത് കുറച്ചൊരു ഇൻഡിവിജ്വൽ കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം, ഇത്രയും ലേറ്റ് ആവാം, ചിലപ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വാട്ട് ഐ വുഡ് സേ ഇസ് ലൈക്ക് ഒരു ഏർബൻ സെറ്റിങ്ങിലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കുട്ടി ഇപ്പോൾ ഒരു 1.25 വയസ്സായി, അപ്പം ശരിക്കും സ്പീച്ച് അങ്ങോട്ട് ഡെവലപ്പ് ആയിട്ടില്ല യൂഷ്വലി ഉണ്ടാവണ പോലെ എന്നുണ്ടാവുമ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണിക്കുകയും പെട്ടെന്ന് ലേബൽ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. അതായത് യു നീഡ് ടു ഗോ ഫോർ തെറാപ്പി എന്നുള്ള പോലെയോ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി ചെയ്യണം അല്ലെങ്കിൽ വേറെ. അപ്പം അതിൽ എന്താണ് തോന്നുന്നത്? എനിക്ക് യൂഷ്വലി തോന്നാറുണ്ട് എൻവയോൺമെൻറ്റിൽ ഇപ്പം ഞാൻ പറയുന്ന മുന്നേ ഉള്ളൊരു കാലഘട്ടത്തിൽ ചിലപ്പം എല്ലാവരും കൂടെ പാരൻറ്റ് ചെയ്യുന്നത് നല്ലതല്ലെങ്കിൽ പോലും ഒരുപാടുള്ള സ്ഥലത്തൊരു കുട്ടി നിൽക്കുമ്പോൾ പല ഏജിലുള്ള കുട്ടികൾ ചിലപ്പോൾ കസിൻസ് ആ വീട്ടിൽ തന്നെ കാണും, അങ്കിൾ ഉണ്ടാവും, ആൻറ്റി ഉണ്ടാവും, ചിലപ്പം അച്ചമ്മ ഉണ്ടാവും. അവരെല്ലാവരും വന്ന് കുട്ടിയുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അതൊക്കെ സ്പീച്ചിനെ അല്ലെങ്കിൽ അത്തരം മൈൽ സ്റ്റോൺസിലേക്ക് എത്താൻ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇത് വരുന്ന പോലെ. ഇപ്പം ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു IT പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം ആയിരിക്കാം. ബട്ട് ഷീ വുഡൻറ്റ് ഹാവ് ടൈം ഫോർ ദ കിഡ് ആസ് സച്ച്. പുറത്ത് കൊണ്ടുപോയിട്ട് കളിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ചിലപ്പോൾ വേറൊരു കെയർ ടേക്കർ ഉണ്ടാവില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ കുട്ടിക്ക് സംസാരിക്കാൻ പോസിബിലിറ്റീസ് ഇല്ല. ആൻഡ് നമ്മൾ ചിലപ്പം ഫോർ ദ ഗുഡ് നമ്മൾ ചിലപ്പോൾ സ്ക്രീൻസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ കുട്ടി എവിടെ നിന്നും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വുഡ് യു സജസ്റ്റ് എ തെറാപ്പി അതോ എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുത്താൻ ട്രൈ ചെയ്യണം എന്നുള്ളതാണോ? ശിബ്ല, ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട സാധനങ്ങൾ. ഓക്കെ. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ചോദിക്കുകയാണെങ്കിൽ ഏർലി ഇന്റർവെൻഷൻസ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്കൊരു ന്യൂറോ ഡൈവേർജൻറ്റിൻ്റെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ആദ്യം ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഈ സ്പീച്ചിലുണ്ടാവുന്ന അല്ലെങ്കിൽ ലാംഗ്വേജിലുണ്ടാവുന്ന ഇഷ്യൂസാണ്. ഇത് ജനറലി ഇപ്പം ആ ഒരു 1.5 വയസ്സിലെ ഏജിൽ കണ്ടുപിടിക്കാൻ പറ്റിയ അത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ സ്പീച്ച് തെറാപ്പിയാണ് ബേസിക്കലി. സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി, അങ്ങനെ ഒത്തിരി പ്രൊഫഷണൽസ് ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മളത് റൂൾ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ജനറലി സംഭവിക്കുന്നത് വെച്ചാൽ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പാണ്, വർക്ക് ഫ്രം ഹോം കൾച്ചർ ആണെങ്കിൽ നമ്മൾ കുട്ടീനോട് സംസാരിക്കുന്നില്ലല്ലോ. സംസാരിക്കാണ്ട് ഒരു സ്പീച്ച് ഒറ്റയ്ക്ക് ഒന്നും കേൾക്കാതെ ഉണ്ടാവില്ല.
അത് പോസിബിൾ അല്ല. അപ്പോൾ ആദ്യം ആരെങ്കിലും അങ്ങനെ ഒരു കമൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഡു എന്ന് പറയുന്ന ഒരു 21 ഒരു കുറച്ച് ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം വളരെ മൈൻഡ്ഫുള്ളി നമ്മളൊന്ന് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ മൈൻഡ്ഫുള്ളി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒത്തിരി സ്ക്രീൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വിചാരിക്കാം വർക്ക് ആണെങ്കിലും കണ്ടിന്യൂസ് മീറ്റിംഗ്സ് അല്ലാത്തടത്തോളം യു ക്യാൻ കീപ്പ് ഓൺ ചാറ്റിംഗ് വിത്ത് ദ ബേബി. സംസാരിച്ചുകൊണ്ടേയിരിക്കാം. പാട്ട് ഇപ്പോൾ നമ്മൾ പാട്ട് വെച്ച് കൊടുക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ ഐ വിൽ സേ ഒരു 1.5 വയസ്സ് കഴിയുമ്പോഴുണ്ടല്ലോ സ്റ്റാർട്ട് ടീച്ചിങ് റൈംസ് ABCDFG ഒക്കെ ഉണ്ടല്ലോ. നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് അപ്പോൾ ഇവരെന്താ ചെയ്യാന്നറിയോ, ഇവർ യൂട്യൂബിൽ പോയിട്ട് അത് വെക്കും. എന്നിട്ട് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് വിളിച്ചു പറയും മാം പറഞ്ഞോളെ. ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞേ, നിങ്ങൾ സ്പീക്കറിൽ വെച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞേ, പാട്ട് പാടാനല്ലേ അവരുടെ കൂടെ പറഞ്ഞേ. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചാരണം എനിക്ക് തന്നെ ഷാ എന്ന് പറഞ്ഞത് ഷായും എനിക്ക് ഡിഫറെൻ്റ് അല്ല. എനിക്കും ഇല്ല, ഒന്നുള്ളൂ. എന്താ അറിയോ, നമ്മളെ വൃത്തിയോട് ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ആർട്ടിക്കുലേഷൻ എറേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ്. ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോൾ അത് മാറേണ്ടതാണ്. പക്ഷെ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം. സന്തോഷം ഇത് ഷായല്ലേ ഞാൻ പറഞ്ഞേ, മനസ്സിലാണ്ടോ? അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് സംസാരിച്ച് റെഡിയാക്കുക വേണ്ടേ. അപ്പോൾ ആദ്യം എൻവയറമെൻ്റൽ സെറ്റിങ്ങിൽ ഷിഫ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ടും അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ ഹിയറിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ടുപോകാം. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക്, അപ്പം സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം ഹാൻഡ് ബൈ ഹാൻഡ് പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് തെറപ്പിക്ക് പോലല്ല. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു നോട്ടീസ് ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോവുക. ഡെവലപ്മെൻറ്റൽ പീഡിയാട്രി എന്ന് പറയുന്നതാണ് ഇങ്ങനെയുള്ള മൈൽ സ്റ്റോൺ വളരെ കേന്ദ്രീകരിച്ച് ആ ഒരു രീതിയിൽ പോണത്. പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്നത് ബാക്കി ക്ലിനീഷ്യൻസാണ്. ലൈക്ക് ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്. അവരുടെ അടുത്ത് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ കുഴപ്പമില്ല, അവരും കുറ്റം പറയല്ല കേട്ടോ. കാരണം ഒരു OPയിലൊക്കെ പോയി കഴിഞ്ഞാൽ 10, 20, 50 പേരുണ്ടാവും. ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അവിടെ നിന്നാണ് നമുക്ക് ഇനി എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് വേണമെങ്കിൽ തന്നെ മനസ്സിലാവുക. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഒരു തെറാപ്പി മാത്രമല്ല, ഇപ്പോൾ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് മാത്രമല്ല ചെയ്യുക. പറയും നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഈ മൗത്ത് ആൻഡ് ടങ് മസിൽസിനുള്ള എക്സസൈസ് കൊടുക്കും. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒത്തിരി ഈസി ആയിട്ടുള്ള എക്സസൈസസ് ഒക്കെ ഉണ്ട്. ഈ പെൻസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുക. പെൻസിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് യു ക്യാൻ കീപ്പ് ഓൺ ടോക്കിംഗ്. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി കൂടും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇഫ് യു ഹാവ് അങ്ങനെ ഒരു ഡൗട്ട്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങളുടെ സെറ്റിംഗ് മാറ്റുക. പിന്നെ ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഒരുപാട് സമയമല്ല കേട്ടോ, ഒരു 2 to 3 വീക്സ് നമ്മൾ നമ്മുടെ രീതിയിൽ നോക്കുക. എഫേർട്ട് എടുത്ത് എല്ലാ രീതിയിലും ഒന്ന് മാറി നോക്കുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഗോ ടു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ്, എന്നിട്ട് അതിനെ ടേക്കപ്പ് ചെയ്യുക. ബട്ട് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഏർലി ഇൻ്റർവെൻഷൻസ് ഭയങ്കര നല്ലതാണ്. ഭയങ്കര നല്ലതാണ്. കാരണം ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് വന്നാണ്, ഒരു CEO ആണ്. പക്ഷെ സംസാരത്തിന് ഉച്ചാരണമില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഉൾനാവ് എന്ന് പറയില്ലേ, ദർ ഇസ് എ ഷിഫ്റ്റ് ആക്ച്വലി. അത് കട്ട് ചെയ്യാൻ അതൊന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. മനസ്സിലാണ്. ഇപ്പം എൻ്റെ പല്ല് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പല്ലിന് ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അത് ഈ മോളിൽ നിന്നൊരു ദശ ഇങ്ങനെ താഴത്തേക്ക് വരണ. ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുണ്ടോ? നമ്മുടെ ഈ ഏജ് ഇപ്പം ചെറിയ കുട്ടിയാണെങ്കിലും ആ സമയത്തെ നമ്മളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അയാൾ പറയാണ്, മാം എനിക്ക് US ക്ലയൻസിനോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം സ്പീഡിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ തിരിയില്ല, അവർക്കത് തിരിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇനി പ്രൊമോഷൻസ് വരില്ല. അപ്പം അയാളുടെ കരിയറിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ അത് ഏർലി ഇൻ്റർവെൻഷൻ ചെയ്തിരുന്നെങ്കിൽ, അപ്പം അയാളുടെ അച്ഛൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു എന്ന്, സ്ഫുടത ഉണ്ടാവാൻ വേണ്ടി. കൂടുതൽ നാമം ചൊല്ലിക്കുക, കൂടുതൽ ഭാഗവതം വായിപ്പിക്കുക, ഇരുന്ന് വായിക്കുക, അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവുമെന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ആലോചിക്കുമ്പോൾ ഞാൻ പറയും ഏർലി ഇൻ്റർവെൻഷൻസ് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പോകണ്ട, ഒരാൾ മാത്രം ശരിയാവില്ല. ഐ യൂസ് ടു ഫീൽ ദാറ്റ് ഓ മൈ ഗോഡ്, എന്താണ് ഇവർക്കൊരു തൃപ്തി ഇല്ലാത്ത. എന്ത് ചെയ്തു കൊടുത്താലും പറയും പണ്ട് ചിലപ്പം എപ്പോഴെങ്കിലും ഒരു ഗൺ അല്ലെങ്കിൽ ഒരു കാർ അല്ലെങ്കിൽ ഒരു ടോയ് കിട്ടുമ്പോഴേക്ക് വിൽ ബി ലൈക്ക് ദ ഹാപ്പിയസ്റ്റ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കിട്ടുമ്പോൾ അവരാ ഓക്കെ ഫൈൻ, ആ ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. സോ കോച്ച് പറയണത് അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവരുടെ ബ്രെയിൻ.
നമുക്ക് ഈ അതായത് നമ്മുടെ ഈ എന്താ പറയണ ജനറേഷന്റെ വ്യത്യാസം കൊണ്ടാ ഓക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ജനറേഷൻ മില്ലേനിയൽസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി നമ്മൾ ഭയങ്കര ആബ്സെന്റാ. ഓക്കെ അതുകൊണ്ട് നമുക്ക് മെന്റൽ കപ്പാസിറ്റി കൂടുതലാണ്. ഓ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇമോഷൻസ് അഡ്രസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് ഇമോഷൻ ഭയങ്കര നന്നായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. പക്ഷെ മെന്റൽ കപ്പാസിറ്റി അവർക്ക് കുറവാ. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബോറടിക്കുന്നു. ബോറടിക്കുന്നു, നമുക്ക് ബോറടിക്കുന്നു. അല്ല ബോറടിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ബോറടിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആക്കി എടുക്കുന്നതാണ് പ്രശ്നം. അവർക്ക് ബോറടിക്കുന്നുള്ളത് അവരുടെ പ്രശ്നമല്ലേ, അതെന്തിനാ ഞാൻ സോൾവ് ചെയ്യണേ? പക്ഷെ നമ്മളെടുത്ത് വന്ന് പറയുമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ്ക് ക്വസ്റ്റ്യൻസ് ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്നാ അങ്ങോട്ട് ചോദിക്കണം. എന്ത് ചെയ്യും? ലെറ്റ് ദം ഫൈൻഡ് സൊല്യൂഷൻ. അന്നപ്പോ ചോദിക്കും ഞാനെന്നാ അവിടെ പോട്ടെ, പോയിക്കോ, അവിടെ നോക്കിയിരിക്കട്ടെ, നോക്കിയിരുന്നോ. ഇപ്പൊ എൻ്റെ അടുത്ത് ചിലപ്പോ എൻ്റെ പുത്രൻക്ക് അയ്യോ ടച്ച് വുഡ്, ഞാൻ രണ്ടുപേരുടെ അടുത്ത് ഇതുവരെ ബോറടി കേട്ടിട്ടില്ല. പക്ഷെ ബോറടിക്കുന്ന സമയത്താണ് അവർ അപാരമായ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ ബാക്ക് ടു ബാക്ക് സെഷൻസിലായിരുന്നു. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഗിൽറ്റിൽ ആറാടേണ്ട ഒരു സമയമാണ്. അന്നേരം ഇവരെ കാണുന്നില്ല കേട്ടോ. പസിൽസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മിനിറ്റ് നിങ്ങൾ കാണുന്നില്ല. കാണുന്ന വെച്ചപ്പോ ഒരു റൂമിലെയും സ്റ്റൂളും കസേരയും ഒന്നുമില്ല. ഒന്നും മിണ്ടിയില്ല. പോയി നോക്കിയപ്പോഴത്തേനും സെറ്റി ഉണ്ടല്ലോ, സെറ്റി ഒരു ലെയർ, അതിന്റെ താഴേക്ക് ഈ ഇത് ഇട്ടിരിക്കുകയാണ്, സ്റ്റൂൾസ് ഇട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ലെയറിൽ കസേരനെ തിരിച്ച്, ഇതാണെങ്കിൽ ഈ പോർഷൻ കാണുന്നത് ഇത് ഇട്ടിരിക്കുകയാണ്. എൻ്റെ സ്പൂൺ, ഫോർക്ക്, ചട്ടുകം എല്ലാം പുറത്തുണ്ട്. ഡ്രമ്മിങ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ അടിപൊളിയല്ലേ. ഞാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം കണ്ടു. മെസ്സിയാണ്, ഒബ്വിയസ്ലി മെസ്സിയാണ്. ആ വീട്ടിലേക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കോച്ചിൻ്റെ വീട് ഇങ്ങനെയാണെന്ന് തോന്നുകയും ചെയ്യും. ബട്ട് എൻ്റെ വീട്ടിൽ മക്കളുണ്ടെന്നേ. സോ ഐ തിങ്ക് ആ ഒരു സ്പേസ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ മക്കൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ 7 വയസ്സുള്ള തലയാണേ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് യു ഹാവ് ടു ബി വെരി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? ഓക്കെ, എന്താ ഇപ്പൊ തോന്നുന്നത്? ഡോണ്ട് സജസ്റ്റ്. സജഷൻസിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്താലോ, ഇവിടെ പോയാലോ, ഇത് കണ്ടാലോ, എല്ലാ സജഷൻസ് ആണ്. ജസ്റ്റ് നമ്മൾ സൈക്കോളജിക്കലി ഇങ്ങനെ പറയും, റീഫ്രെയിമിംഗ് എന്ന് പറയും. അതായത് ഒരു കാര്യം ഇപ്പൊ എൻ്റെ അടുത്ത് പറയാണ്, ഷിബില എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്, ആൾക്കാർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്. ആണോ, അങ്ങനെ തോന്നുന്നുണ്ടല്ലേ, ആരും മനസ്സിലാക്കുന്നില്ല, അപ്പൊ നമ്മളിങ്ങനെ ചെറിയ ലീഡിങ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ യു ആർ റീഫ്രെയിമിങ് ഇറ്റ്. അതന്നെ ചിലരുടെ അടുത്തും ചെയ്യണം. ആണോ, ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടല്ലേ, വരച്ചു നോക്കിയേ, അത് കഴിഞ്ഞവർ ചെയ്ത് നോക്കിയല്ലേ, പസിൽസ് ചെയ്ത് നോക്കിയല്ലേ, ഓക്കെ, എന്നിട്ടും ബോറടിക്കാണ്. അപ്പൊ അവര് പറയാം, അമ്മ ബോറടിക്കാണോ, അത് ചെയ്തു ഇത് ചെയ്തു, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാണല്ലേ. അപ്പൊ നമ്മൾ പിന്നെ ഇത് തന്നെ പറയും. അപ്പൊ എന്നാ ഞാൻ അവിടെ പോയിട്ട് ഇത് നോക്കട്ടെ. നോക്ക്, ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇസ് സേഫ്. ചില സമയത്ത് ഈ എന്താ പറയണ ജനലിൻ്റെ ഒക്കെ മുകളിൽ പെടഞ്ഞ് കയറുന്ന കുട്ടികളുണ്ട്. എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പറയും, അവരത് ഇതൊരു മൈൽ സ്റ്റോൺ ആണ്. നിങ്ങൾ 1.5 അല്ലെങ്കിൽ ഒരു 1.25 വയസ്സിൽ ഇങ്ങനെ കയറാൻ പറ്റുക എന്നുള്ളത് കോർഡിനേഷനാണ്. 4, അതായത് 2 സൈഡും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ ഈ 4 അവയവങ്ങൾ, അതായത് 2 കാല് 2 കൈ അണുങ്ങളൂ. അതൊരു മൈൽ സ്റ്റോൺ ആണ്, മനസ്സിലാണ്ടോ? അതവർ ചെയ്യട്ടെ. ഇപ്പം ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഓട്ടം, ഐ മീൻ ഓടിക്കുക എന്നുള്ളത്. ഞാൻ ഓടിക്കോട്ടെ എന്ന് ചോദിക്കാം എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറയും ഓടിക്കോ. അപ്പോൾ വാട്ട് ഐ ഡു ഇസ് ഐ സെറ്റ് ടൈം, ഈ സാൻഡ് വാച്ച് പോലെ. അപ്പം ഞാൻ പറയും, മോളെ നീ കഴിഞ്ഞ റൗണ്ടിന് നീ ഇത്ര സമയം എടുത്തേ, ഈ റൗണ്ട് വെച്ച് നീ ഇത്ര സമയം എടുത്തുള്ളൂ. ആണോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് അഗൈൻ ഇൻക്രീസിങ് സ്റ്റാമിന. പക്ഷെ അത് അവളുടെ ഇൻട്രസ്റ്റ് ആണ്. സോ ഐ വുഡ് സേ നിങ്ങൾ അതിൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവർക്കൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഇരുന്ന് കൊടുക്കുക. ഇത് നമ്മുടെ പ്രശ്നം എന്ന് അറിയാം, നമ്മൾ കൊച്ചുങ്ങളെ സന്തോഷിപ്പിക്കണം, കൊച്ചുങ്ങളെ സങ്കടപ്പെടുത്താതിരിക്കണം, കൊച്ചുങ്ങളെ ബോറടിപ്പിക്കാതിരിക്കണം. ഇതൊന്നും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അവരുടെ സന്തോഷിപ്പിക്കലും അവരെ സങ്കടപ്പെടുത്താതിരിക്കലും അല്ല നിങ്ങളുടെ, ഒബ്വിയസ്ലി ഡാമേജ് ഉണ്ടാക്കാൻ പാടില്ല. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലാതെ അവരുടെ സന്തോഷിപ്പിക്കലൊന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മൾ സന്തോഷമായിട്ടിരിക്കലാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഒരു റീഫ്രെയിമിംഗ് ആയിപ്പോയല്ലേ ശിവലിക്ക്? അല്ല, പക്ഷെ അതെ ഞാൻ യൂഷ്വലി പറഞ്ഞതുപോലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അതായത് എടുക്കുന്ന ഒരാൾ, അതായത് ഒരു പ്രൈമറി കെയർ ടേക്കർ ആണ് ഞാൻ എന്ന്. അത് ഡീഫോൾട്ട് എങ്ങനെയോ ഈ പറഞ്ഞ പോലെ നമുക്കും കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പം കോച്ച് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരുപാട് പേഷ്യൻസ് വേണ്ട ഒരു സ്പേസ് ആണ്. ആൻഡ് നമ്മളെല്ലാവരും നമ്മുടെ ജനറേഷണൽ ട്രോമയും നമുക്കിപ്പോൾ
നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമയും നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രോമയൊക്കെ ചിലപ്പോൾ മാനേജ് ചെയ്യുന്നവരും ഇടക്ക് മാറി വീണുപോയി ഇടയ്ക്ക് എണീക്കുന്നവരും ചിലപ്പോൾ നമുക്ക് ഒന്നും ഇൻടേക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാത്ത സ്പേസ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മളത് നമ്മളെ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ നമ്മളെ അടുത്ത് നിന്ന് തെറ്റുകൾ സംഭവിക്കാം, നമുക്ക് വേണമെങ്കിൽ അത് കുട്ടികളുടെ അടുത്ത് കൺഫസ് ചെയ്യാം, ദിസ് ഇസ് വാട്ട് ഹാപ്പൻ എന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ എങ്ങനെയാണ് നമ്മളത് അവർക്ക് കൊടുക്കാതിരിക്കുക? ലൈക്ക് യുനോ നമ്മുടെ ജനറേഷണൽ ട്രോമ എങ്ങനെയാണ് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദാറ്റ് ടു മൈ ചൈൽഡ് എന്നുള്ള അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഒരു കാര്യം പറയട്ടെ, നമ്മൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയ ട്രോമ ആയിരിക്കില്ല കൊടുക്കുക, പക്ഷെ നമ്മൾ വേറൊരു രീതിയിൽ ട്രോമ കൊടുക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ബിക്കോസ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞേ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്, കൊടുത്തേക്കാം തീർച്ചയായിട്ടും. ഇവിടുത്തെ സംഭവം എന്നറിയോ, നമുക്ക് ഇപ്പം ഷിബ്ല പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടി ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമുക്ക് നല്ലപോലെ അറ്റൻഷൻ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങളൊന്നും തരാതിരുന്ന ഒരു ചൈൽഡ്ഹുഡാണ് നമുക്കുള്ളതെങ്കിലേ, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ സെയിം സിറ്റുവേഷനിൽ നമ്മുടെ മക്കളെത്തുമ്പോൾ നമുക്ക് ശരിക്കും എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ ഇവർക്കതൊക്കെ എനിക്ക് കൊടുക്കട്ടെ, ആ ഒരു ഫീലിംഗ് ആണ് ആദ്യം ഉണ്ടാവുക. ആ ഫീലിംഗ് വളരെ വാലിഡ് ആണ്. പക്ഷെ ആ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ മുൻപിൽ കാണുന്ന കുട്ടിയോടല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടിയോടാണ്. അതാണ് ഇന്നർ ചൈൽഡ്. ഇപ്പൊ എനിക്കിപ്പോ ഒരു വെറുതെ പറയണ, ഇപ്പൊ എന്താ പറയാ, എനിക്കൊരു സൈക്കിൾ വേണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു വിചാരിക്കും. എൻ്റെ വീട്ടിലത് തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എൻ്റെ മോൻ സൈക്കിൾ ഓടിക്കാൻ പ്രായമാകുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, അവന് കൊടുക്കണം, എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കൊടുക്കണം എന്നുള്ളത് ഞാൻ ഹീൽ ചെയ്യേണ്ട എൻ്റെ ഇന്നർ ചൈൽഡിന്റെ സങ്കടം, എൻ്റെ കുട്ടിക്കല്ല. മനസ്സിലാണ്ടോ? അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഹാവ് ടു. അപ്പം ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് അങ്ങനെ ഒരു സങ്കടമുണ്ട്, ഞാനൊരു സൈക്കിൾ മേടിച്ച് ഓടിച്ചാൽ മതി. അവനത് മേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? അവന് ചിലപ്പോൾ അത് വേണ്ടി വരില്ലായിരിക്കും. എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് ഈ സെയിം സാധനം. അതായത് അവനെന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എല്ലാം കേട്ടിട്ട് ഞാൻ ചോദിച്ചു, സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് അവന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല മാം, അവന് താല്പര്യമില്ല. പിന്നെ ചോദിച്ചു, പിന്നെ സൈക്കിള് എൻ്റെ പ്രായത്തിലേ എനിക്കതുണ്ടായിരുന്നില്ല. അവിടുത്തെ ഇത് വരുന്നേ, അതാണ് പ്രശ്നം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് വേർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം. നിങ്ങളുടെ ഇന്നർ. ഇനി ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ്, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കണ്ടതൊന്നു, അച്ഛൻ്റെ ഒരു വീഡിയോ. അതായത് എന്നെയില്ലേ നിർത്തി പറപ്പിച്ച ആളാണ് എൻ്റെ മോൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ പോലെ ഡാൻസ് കളിക്കുന്നതെന്ന് പറയുന്നത്. നിങ്ങളുടെ പാരൻസിന് ഒരുപാട് എന്താ പറയുക തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അവർക്ക് എന്തുകൊണ്ടും ആവാം കേട്ടോ, പക്ഷേ ദേ ആർ ടേക്കിംഗ് എ സ്റ്റെപ്പ് ടു ചേഞ്ച് ഇറ്റ്. എവിടെയാണ്? നിങ്ങളുടെ അടുത്തല്ല, നിങ്ങളുടെ കുട്ടിയുടെ അടുത്താണ്. അതാണ് ഇപ്പോൾ ഷിബ്ല പറഞ്ഞ വേറൊരു കണ്ടീഷൻ. അതായത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരാണ് എൻ്റെ കൊച്ചിനോട് കാണിക്കുന്ന കണ്ടോ, ഇവർക്ക് എന്താ അവരുടെ തെറ്റ് മനസ്സിലാവാത്തതിന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയും നിങ്ങൾ ഹീലാവില്ല. നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് നിങ്ങളുടെ അടുത്തൊന്നും സോറി പറയാൻ പോണില്ല. പറഞ്ഞാൽ അത്യുത്തമം. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് എനിക്കിങ്ങനെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഓക്കെ ഫൈൻ, ഇത് കാരണമാണ് എനിക്ക് ഡാമേജ് ഉണ്ടായിട്ടുള്ളത്. ഈ ഡാമേജ് എന്നെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അതിനെയാണ് ഞാൻ മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊരു വെച്ചാൽ കുട്ടിയുടെ അടുത്തേക്ക് പോകില്ല. അപ്പൊ നമുക്ക് ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ചില കാര്യങ്ങൾ ഇപ്പോൾ കൊളോക്കിയലി പറയാനാണെങ്കിൽ ഈ കരയുന്ന സമയത്തെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുമ്പോഴത്തേന് ഞാനിങ്ങനെ പണ്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് ഫ്രേസ് പറയാൻ വേണ്ടി. അതിലൊരാൾ പറഞ്ഞതാണ്, പട്ടി മോങ്ങുന്ന പോലെ കരയിലടി മിണ്ടായിരിക്കുക. അപ്പോൾ അയാളിപ്പോൾ ഒരു 40 years ആയി. ആ ചേച്ചി എന്നോട് പറയാം, മാം ഞാൻ ഇപ്പോഴും കരയുമ്പോഴില്ലേ അതാണ് എൻ്റെ തലയിലിരിക്കുന്നതെന്ന്. പക്ഷേ വാട്ട് ഷീ ഡിഡ് വാസ്, ഇത്രയൊക്കെ ട്രോമ ഉണ്ടായിട്ടും പുള്ളിക്കാരത്തെ മക്കളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, നിർത്തടി പട്ടി മോങ്ങുന്ന പോലെ കരയില്ലേ എന്ന്. മനസ്സിലാവുണ്ടോ? ഇതാണ് നമ്മൾ അറിയാണ്ട് പോലെ, നമ്മൾ മൈൻഡ്ഫുൾ ആണ്, നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ വി പാസ്ഡ് ഓൺ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മൈൻഡ്ഫുള്ളി വി ഹാവ് ടു സ്റ്റോപ്പ് അവർസെൽസ് ഫ്രം ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്, ഓക്കെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ വായിന്ന് ഇതായിരിക്കും വീഴാൻ പോണത്. അപ്പോൾ അവിടെ നിങ്ങൾ ഹെൽപ്പ് എടുക്കണം. ഹെൽപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല, ജസ്റ്റ് മൈൻഡ്ഫുൾ ആവുക. ഈ ട്രിഗറിൽ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും ഞാൻ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വന്നൊരു ആൾ പറഞ്ഞതാണ്, ഞാൻ പറയണ ഐ ആം വെരി പ്രൗഡ് ഓഫ് ഹെർ കേട്ടോ, അവർ നല്ല പേജ്ഡുള്ളൊരു സ്ത്രീയാണ്. അവരുടെ പ്രശ്നം വെച്ചാൽ ഒരു ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരില്ലേ, അന്നേരം എനിക്കറിയില്ല മാം, എനിക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ, അതായത് ടീനേജ് പാരൻറ്റിങ് പ്രോബ്ലമാണ്. കുട്ടികൾ 2 ടീനേജിൽ അവർ പറയുന്നത്, മാം ഞങ്ങൾക്കില്ലേ ഭയങ്കര സമാധാനം, പക്ഷെ അമ്മ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ പേടിയാണ്. അങ്ങനെ ഞങ്ങളിരുന്ന് കിള്ളി ചോദിക്കുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ബാക്കി ബിഹേവിയർ ഇഷ്യൂസ് നോക്കി ഒരു കാര്യമില്ല, എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോഴെന്നറിയോ. അപ്പം ഞാൻ ചോദിച്ചു, ശരി ഇതൊക്കെ സമ്മതിച്ചു, എവിടെയും പ്രശ്നമില്ല, നിങ്ങൾ വീട് തുറക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്,
What do you see? ആ വിഷ്വലൈസ് ചെയ്തൊന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു ഇരുട്ടാണ്. അതായത് 6-6:30 മണിയായിട്ടുണ്ടാവേ, റൂം ഫുൾ ഇരുട്ടാണ്. അതാണ് പ്രശ്നം. അപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇരുട്ടാണ്. ഇനി ഇരുട്ട് എന്താ പ്രശ്നം എന്നുള്ളത് അമ്മയുടെ വർക്കാണ്. അമ്മ അത് കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളോട് നമ്മൾ എന്ത് പറയും? മക്കളെ, അതായത് ഒരു പുറത്തുനിന്ന് വന്നിട്ടുണ്ടല്ലോ, അകത്തോട്ട് കയറുമ്പോഴേ വീട് മുഴുവൻ അന്ധകാരം മൂടി കിടക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കത് ഓക്കെ അല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമുക്കൊരു വാല്യൂ ആയിട്ട് എംഫസൈസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇരുട്ട് കുത്തി കിടക്കുന്ന വീട് നമുക്കൊക്കെ കൾച്ചറൽ ബിലീഫിൽ അതൊരു നല്ല സൈൻ അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പറയാം. അതായത് ഇങ്ങനെ നമ്മൾ സന്ധ്യ ആകുമ്പോഴത്തേന് ഇരുട്ട് കൂടി ആരും ഇല്ലാത്ത പോലെ ഇട്ടുണ്ടല്ലോ, ലൈറ്റ് ഇട്ടോളൂ. അതൊരു വാല്യൂ ആയിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യുന്ന കാര്യമുള്ളൂ. അമ്മ ഇനി വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ തന്നെ ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അവർ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛൻ ജോലിക്ക് പോയിട്ട് അമ്മ തിരിച്ചു വരുന്നത് ഒരു 20 മിനിറ്റ്സ് മാക്സിമം 30 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പാണ്. പക്ഷേ ഒരാൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടി ഉറങ്ങുമായിരിക്കേ, മറ്റയാൾ വരുന്നതിൻ്റെ ഗ്യാപ്പിൽ ചിലപ്പോൾ എണീക്കുമ്പോൾ എന്താണെന്നറിയോ, കണ്ണ് ഇരുട്ടാണ്. പക്ഷെ കുട്ടി ഉറങ്ങുന്നതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ട് ഫോൺ ചെയ്യാനും പറ്റില്ല. അവിടെ നിന്നാണ് ഇതുണ്ടായത്. സോ ദർ ഇസ് എ ഡീപ്പ് കണക്ഷൻ. ഇഫ് യു സിറ്റ് വിത്ത് യുവർ ഇമോഷൻ യു വിൽ ബി ഫിഗറിങ് ഇറ്റ് ഔട്ട്. പക്ഷെ മാനേജ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ കൃത്യനിഷ്ഠ. സമയത്തിനെത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ, ഫുട്ബോൾ കോച്ചിങ്ങിൽ 7 മണിക്ക് അവിടെ എത്തണം. ഈ 7 മണിക്ക് അവിടെ എത്തണം എന്നുള്ളതുണ്ടല്ലോ, നിങ്ങളുടെ നീഡാണ്, നിങ്ങളുടെ കുട്ടിയുടെ നീഡല്ല. അത് കുട്ടിയുടെ നീഡാക്കി നിങ്ങൾ മാറ്റണം. കറക്റ്റ് സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താ പറ്റുക? ബസ് മിസ്സാവും. അപ്പം എന്ത് പറ്റും? നമ്മൾ അതിനേക്കാളും സ്പീഡിൽ വണ്ടി ഓടിച്ച് അവിടെ കൊണ്ടാക്കുകയെ. പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അപ്പം ഞാൻ പറയും, സ്കൂൾ ബസ് മിസ്സായിപ്പോയി, വീട്ടിലിരിക്കട്ടെ. വീട്ടിലിരിക്കുന്ന ആൾക്ക് നിങ്ങൾ എംഫസൈസ് ചെയ്യണ്ട. അപ്പം ചിലപ്പോൾ ഒന്ന് സമ്മതിക്കുന്നു, ഇത് ചെയ്യേണ്ട സമയത്ത് ചിലപ്പോൾ ഒന്ന് ലീവ് എടുക്കേണ്ട വരുമായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. അപ്പോൾ യു ഹാവ് ടു ഡു യുവർ വർക്ക്. അവനെ എൻഗേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ല. ഇപ്പം സ്കൂളിൽ പോകണ്ട, സമ്മതിച്ചു സ്കൂളിൽ പോകണ്ട, യു ബി ഹിയർ. കറക്റ്റ് 9 മണിയാകുമ്പോൾ അമ്മയ്ക്ക് മീറ്റിങ്ങിന് കയറണം. 9 മണി, ഇതാണ് എൻ്റെ ഷെഡ്യൂൾ, ഇങ്ങനെയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാം. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ഒരു മെച്ചമില്ല, ഇതിനേക്കാളും വേറെ ഞാൻ സ്കൂളിൽ പോകണമാണ്. ദിസ് ഈസ് ഹൗ യു വിൽ ടീച്ച് യുവർ ചൈൽഡ് വാട്ട് ഈസ് നീഡഡ് ഫോർ ദെം. അല്ലാണ്ട് ഇന്നത്തെ പ്രശ്നം അറിയോ, മാം സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അവരിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ എന്നിട്ട് എൻ്റർടൈൻ ചെയ്യും. കളർ ചെയ്യാൻ ബുക്ക് കൊടുക്കുന്നു, ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, പുറത്ത് കൊണ്ടുപോകുന്നു, ടി വി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുന്നതാണോ നല്ലത്, വീട്ടിലിരിക്കുന്നതാണോ നല്ലത്? വീട്ടിലിരിക്കുന്നതാണ് അല്ലേ? അങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. ചിലയിടത്ത് നമുക്കിങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ, കുറച്ചുകൂടെ വലിയ കുട്ടികളായി കഴിയുമ്പോഴത്തേനും വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ദിസ് ഓൾസോ. ഇപ്പം ചില സിറ്റുവേഷൻസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജ് ആകുമ്പോൾ പുറത്ത് പോകാനൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ നമ്മൾ പറയും, അപ്പോൾ നമ്മൾ ട്രോമയാണ് കമ്മ്യൂണിക്കേറ്റ്. ഞാൻ അന്ന് അങ്ങനെ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, സോ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു വൺ ലൈനർ, വെൻ യു കമ്മ്യൂണിക്കേറ്റ് ടു യുവർ ചൈൽഡ്, കമ്മ്യൂണിക്കേറ്റ് യുവർ ഫിയേഴ്സ്. നമ്മൾ രണ്ടുപേരും മദേഴ്സ് ആണല്ലോ, നമ്മൾ ജനറലി മക്കളോട് പറയുമ്പോഴേ ഡോണ്ട് ഡൂ ദിസ് എന്നാണ് പറയാറ്. ഇപ്പോൾ ചാടലേന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചാടലേന്ന് പറയണേ? താഴെ വീണാൽ തല എങ്ങാനും പൊട്ടിയാലോ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം അത് പറഞ്ഞാൽ മതി. അത് താഴെ വീടെന്ന് പറയണ്ട. അതായത് മക്കളെ, അതിങ്ങനെ ചാടുമ്പോഴത്തേനും തല എങ്ങാനും വീട് പൊട്ടിയാലോ അമ്മയ്ക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടി എന്ന് ചിന്തിക്കില്ലേ? കോഗ്നിറ്റീവ് ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. മനസ്സിലാവുണ്ടോ? ഒരു ടീനേജിലേക്ക് യങ് അഡൽട്ട്ഹുഡിലൊക്കെ വരുമ്പോഴേ അത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഫുള്ളി ഇമോഷണൽ ലോജിക്കലായിട്ട് ഫിക്സ് ആവുന്നുള്ളൂ ഒരു mid-20s ഒക്കെ ആകുമ്പോൾ. അതുവരെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ടീനേജേഴ്സ് ഭയങ്കര ഇമ്പൾസീവ് ആണെന്ന്. കാരണം അവർക്ക് ലോജിക്കലി കണക്ട് ചെയ്ത് വരായികളെ കുറിച്ച് ചിന്തിച്ച് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രോമയൊന്നും അങ്ങടേക്ക് പോകത്തില്ല. വി ആർ മാനേജിങ് ഇറ്റ്. സം ഡേയ്സ് ആർ വെരി ഹാർഡ്. അപ്പം എന്താ ചെയ്യുക? ഷട്ട് ഓഫ്. ഇന്ന് എൻ്റെ കാര്യം ഭയങ്കര പോക്കാണ്, എൻ്റെ കയ്യിലൊന്നും ഇല്ല, ഞാനേ ആ റൂമിലിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞോ, അത് കുഞ്ഞിനെ അബാൻഡൻ ചെയ്യുന്നതല്ല. ഓക്കെയാണ്. ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ മനസ്സിലാവും. അതിനേക്കാളും കുഞ്ഞു വാവയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ്റെ കൂടി ഇരുന്നോ, കുഞ്ഞിനെ എന്തെങ്കിലും വെച്ച് കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താൽ മതി, അവിടെ ഇരുന്ന് കളിച്ചോളൂ. അല്ലെങ്കിൽ ആ സമയത്താണ് നമുക്ക് പാർട്ട്ണറിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടത്. ഐ നീഡ് ദിസ് ബ്രേക്ക്. നമ്മൾ എപ്പോഴും പറയും ടാപ്പ് ഓൺ ടാപ്പ് ഔട്ട് എന്ന് പറയും. അതൊരു മെത്തേഡാണ് ബേസിക്കലി. റെസ്പോൺസിബിലിറ്റി ടു ദ അതർ പേഴ്സൺ ആൻഡ് യു ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. കറക്റ്റ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വളരെ റെസ്പെക്ട്ഫുള്ളി നോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ടാപ്പിൻ ചെയ്യുന്ന പാരന്റും അത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ അവിടെ കിടന്ന് അലറി ഷൗട്ട് ചെയ്യരുത്.
അങ്ങനെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുക. അപ്പം ട്രോമയൊന്നും കമ്മ്യൂണിക്കേറ്റ് ആവില്ല.